അസ്സലാമലൈക്കും. കുറച്ച് മാങ്ങഞ്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക. ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇടാൻ ഇപ്പോൾ ഇതൊരു ബബ്ലി നാരങ്ങ വിട്ട് നാരങ്ങ കിട്ടിയപ്പോൾ അതിൽ കൂടെ ഇടാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് 2 അച്ചാറാക്കേണ്ട വേണ്ടിയിട്ട് അത് അതിൽ കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച ശേഷം നമുക്ക് അച്ചാറിടാൻ വേണ്ടി ഇത് തൊലിയൊക്കെ ഒളിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ നല്ല തൊലിയൊക്കെ എടുത്തിട്ട് വെക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കുക ചെറുതായിട്ട്. അപ്പോൾ പകുതി എടുത്തോളൂ. പകുതി ഒന്നും ഒരുപാട് കശിപ്പ് ജാസ്തി പോലെ, അപ്പോൾ അത് കുറച്ചെടുത്തോളൂ. അപ്പം ഇതും കൂടി അതിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ ജീരകമ്പത്തി പൊടിച്ചെടുക്കുക പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്കതൊന്ന് പൊടിച്ചെടുക്കാനുള്ള സാധനങ്ങൾ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉലുവ, നല്ല ജീരകം, കടുക് ഇതൊന്ന് നമുക്ക് നന്നായി വറുത്തെടുക്കാം. നന്നായി പൊട്ടി വരട്ടത്. ഒന്ന് ഒരുപാട് ചൂടും തട്ടണ്ട, നമുക്ക് ലെവലിൽ വറുക്കാൻ പാകത്തിനാക്കി എടുക്കുക. ഒന്ന് മൂത്ത് കിട്ടിയാൽ നമുക്ക് പൊടിച്ചെടുക്കാം. വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കല്ലും കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതവിടെ മാറ്റി വെക്കാം. ഇത് നല്ലെണ്ണയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്നത്. അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കടുക്, ഉലുവ, നല്ല ജീരകം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടി വരട്ടെ. നന്നായി പൊട്ടിയ ശേഷം നമുക്കത് വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കും. കുറച്ച് വിട്ട് നിന്നിട്ട് വേണം. പച്ചമുളക് ഇട്ടാൽ നല്ല പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. വെളുത്തുള്ളിൻ്റെ പച്ചമുളകിൻ്റെ ഒക്കെ നല്ല മണം വന്ന ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കും. മൂത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. സിമ്മിലിട്ടിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളത് ഇങ്ങനെ ഒന്ന് മൂത്ത് വരട്ടെ. മുളക് പൊടി ഒന്ന് മൂത്ത് ഒരു ചുവപ്പ് കളർ, കരിയാൻ പാടില്ല, നല്ല ചുവപ്പ് കളർ വരിക. അപ്പോൾ എന്താണ് ഇത് ഇങ്ങനെ ആവുന്നതാണ് ഒരു കളർ വരിക. അച്ചാറിനൊരു കളർ വരുന്നത് ഈ കളർ. നമുക്ക് ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. നല്ല മൂത്ത മണം വരുന്നുണ്ട്. അപ്പം നമ്മളിതൊന്ന് ഒന്നങ്ങനെ ഒന്ന് തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് ഇഞ്ചി അധികം വേവൊന്നും വേണ്ട. അതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചിയും പിന്നെ നമുക്ക് നാരങ്ങൻ്റെ ബബ്ലി നാരങ്ങല്ലേ അതും ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നാരങ്ങ ഇടുമ്പോൾ എന്താണ് ഒന്ന് നന്നായി തിക്ക് കിട്ടും. അങ്ങനെ തിക്കായിട്ട് കഴിക്കും, നല്ല ടേസ്റ്റാവും. ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക. പക്ഷെ അത് ഇങ്ങനെ ഇളക്കിയ ശേഷം ഇതിൻ്റെ നീരൊക്കെ വരും, നാരങ്ങൻ്റെ നീരൊക്കെ. അതിന് ശേഷം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി.
തിളച്ച് വരട്ടെ, നമുക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല, വെറും മുളക് പൊടി. ഇനി നമുക്കിതിൽ കായും പഞ്ചസാരയും ചേർക്കണം. തിളച്ച് വരട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൽ ലേശ കായപ്പൊടിയും പിന്നെ പഞ്ചസാര ഇടാം. അതിന് ശേഷം ജീരകമ്പത്തി പൊടിച്ചിടാം. അതൊന്ന് തിളച്ചിട്ടൊന്ന് ചെറുങ്ങനെ വറ്റട്ടെ. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ കുറച്ച് പഞ്ചസാര ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് നാരങ്ങട്ടയിൽ കുറച്ച് കശുപ്പുണ്ട്, അപ്പോൾ അത് ഇത്തിരി മാറിക്കിട്ടും. പിന്നെ പൊതുവെ ഈ ഒരു മാങ്ങഞ്ചിയിൽ എപ്പോഴും ആൾക്കാർ പഞ്ചസാര ഇടും. 1 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ജീരകമ്പത്തി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൽ കറിവേപ്പില ഒന്നും ഇട്ടിട്ടില്ല. കറിവേപ്പില ഇല്ല, എനിക്ക് പിന്നെ കറിവേപ്പില ഒന്നിലും വലിയ നിർബന്ധമല്ല. അച്ചാർ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങളൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൻ്റെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എനിക്ക് ഒക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ എൻ്റെ മക്കളെ കളിയാക്കും. എപ്പോഴും എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഈ രീതിയിലൊക്കെ തന്നെ പറയാനറിയുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് എന്നോട് സപ്പോർട്ട് ചെയ്യണം കേട്ടോളി. അസ്സലാമു അലൈക്കും.